ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് നമ്മുടെ ഷോപ്പിലത്തെ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. ഞാൻ എങ്ങനെ എല്ലാ ദിവസം ഓൾ ഓവർ കാണിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ഏകദേശം തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞ് ഞാനിപ്പോൾ ഒരു വർക്കിലേക്ക് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന സമയം എന്നൊരു വീഡിയോ എടുത്ത് കളയാം എന്നോർത്തിട്ട് എടുത്താണ് കേട്ടോ. ഒത്തിരി വീഡിയോസ് എടുക്കാനുള്ള സമയം നമുക്കിപ്പോൾ ഷോപ്പിലേക്ക് കിട്ടുന്നില്ല. ഞാനും ഒരു സ്റ്റാഫും ഉണ്ട്. പക്ഷേ എന്നാലും നമുക്ക് തീർക്കാൻ പറ്റുന്നതിലും കൂടുതൽ ഓർഡറുകൾ ദൈവം സഹായിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല റെസ്പോണ്ട് ഉണ്ട് കേട്ടോ. നമ്മുടെ ഷോപ്പ് തുടങ്ങിയിട്ട് തന്നെ ഓൾമോസ്റ്റ് ഈ ഭാഗത്തെങ്ങും അധികം ഷോപ്പുകളില്ല, ഇതുപോലത്തെ ഷോപ്പുകളില്ല, ബൊട്ടീക്കുകളായിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വർക്ക് കിട്ടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, വീഡിയോ എടുത്ത് ചാനലിടാനുള്ളൊരു ഷോർട്സ് ഇടുന്നുണ്ട്, ചാനലിടാനുള്ളൊരു സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. ഇപ്പം നിലവിൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ബ്രൈഡൽ വർക്കാണ്. ബ്രൈഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി ആയിട്ടുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞു ഓൾമോസ്റ്റ്. ഈ ബ്രൈഡിൻ്റെ തന്നെ ഹിന്ദു ബ്രൈഡ്സിൻ്റെ കാര്യം അറിയാമല്ലോ, അവർക്ക് കുറച്ച് ചടങ്ങുകൾ കൂടുതലുണ്ടാകും. അപ്പോൾ ഓരോ ചടങ്ങിനും ഓരോ വേഷം മാറിക്കൊണ്ടിരിക്കണം, ഓരോ സാരി മാറേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിലെല്ലാത്തിലും ഹാൻഡ് വർക്ക് വേണമെന്ന് ബ്രൈഡിൻ്റെ ഒരു ആവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പം 3ാമത്തെ ബ്ലൗസാണ് കേട്ടോ. മോസ്റ്റ്ലി ഒരു 4 ബ്ലൗസോളം ഉണ്ടായിരുന്നു. ഇതിലിപ്പോൾ 3ാമത്തെ ബ്ലൗസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് സെറ്റ് മുണ്ടിൻ്റെ ബ്ലൗസാണ് കേട്ടോ. അപ്പം അതിലേക്കായിട്ട് നമ്മൾ സ്ലീവിന് മാത്രം ഹാൻഡ് വർക്ക് കൊടുക്കാനാണ് ബ്രൈഡ് പറഞ്ഞിരിക്കുന്നത്. ബ്രൈഡിന് ഹാൻഡ് വർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു കുട്ടിയാണ് കേട്ടോ. അപ്പം നമ്മളത് ചെയ്യാതിരിക്കുന്നതും മോശമല്ലേ. ഇതിലേക്ക് ഇപ്പം സിക്സാക്ക് വർക്കാണ് കൊടുക്കുന്നത്. സിക്സാക്ക് ഡിസൈനാണ് അതിൻ്റെ ഫുൾ മെറ്റീരിയൽ ഫുള്ളായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നെക്കിന് കൊടുക്കണ്ട, സ്ലീവ് മാത്രം ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് മോസ്റ്റ്ലി ഞാൻ ചെയ്തിട്ടുള്ള വർക്ക് തന്നെയാണ് കേട്ടോ ബ്രൈഡ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിരുന്നു. അപ്പം ഏകദേശം വർക്കൊക്കെ തീരാറായിട്ടുണ്ട്. ട്രയാങ്കിൾ ഷേപ്പിലേക്ക് ആക്കിയാണ് നമ്മളിപ്പം വർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പം സ്റ്റാഫൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ വർക്കിലേക്ക് ഇരുന്നത്. ഇതിപ്പോൾ ഒരു 1 ഹവറിൻ്റെ വർക്കേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്യാവുന്ന വർക്കാണ് കേട്ടോ. നോർമൽ ചെയിനിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഫ്രെയിം കുറച്ചുകൂടെ എനിക്ക് വഴങ്ങുന്നത് കൊണ്ട് ഞാൻ മാക്സിമം വർക്കുകൾ ഫ്രെയിമിൽ ചെയ്യാൻ നോക്കാറുണ്ട്. കോട്ടിലേക്ക് ഇടാനുള്ള സമയം, വീട്ടിലാണ് കോട്ട് ഉള്ളത്, അതുകൊണ്ട് തന്നെ കോട്ടിലേക്ക് ഇടാനുള്ള സമയം ചിലപ്പോൾ കിട്ടില്ല. കൂടുതൽ സ്പേസ് കവർ ചെയ്യാനുള്ള വർക്കാണെങ്കിൽ പോലും എനിക്ക് കൂടുതൽ കൺവീനിയൻ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ചെറിയ സ്റ്റാൻഡാണ് കേട്ടോ. ചെറിയ സ്റ്റാൻഡ് തന്നെയാണ്. വീട്ടിലും സ്റ്റാൻഡുണ്ട്, ഷോപ്പിലും സ്റ്റാൻഡുണ്ട്. പിന്നെ ആരി കോട്ടും കൂടെ ഉള്ളത് വീട്ടിലാണ്. അപ്പോൾ ഏകദേശം ഈ വർക്ക് തീർന്നതിൻ്റെ സന്തോഷമാണ് ഇപ്പോൾ മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ഏകദേശം ഇറങ്ങാറായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്ലീവ് വന്നിട്ടുള്ളത്. സ്ലീവ് മെറ്റീരിയൽ ഇച്ചിരി കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഞാൻ സ്ലീവ് അപ്പുറത്തും ഇപ്പുറത്തും ഇട്ട് ആണ് കേട്ടോ. സ്ലീവ് അപ്പുറത്തും ഇപ്പുറത്തും ആകുന്ന രീതിയിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഹാൻഡ് വർക്ക് ചെയ്തത്. അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. സിമ്പിളാണ്. ഈ വരച്ചിരിക്കുന്ന പാടുകളെല്ലാം നമുക്ക് കുറച്ചൊന്ന് വേറൊരു മെറ്റീരിയൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ പോകും കേട്ടോ. അപ്പോൾ ഇതാണ് ബ്രൈഡ് ഇട്ടിട്ടുള്ള ഫോട്ടോ വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.